ഹായ്, ഞാൻ സുജിത രതീഷ്. നമുക്കിന്ന് സൂപ്പർ ടേസ്റ്റിയായ വളരെ ഹെൽത്തിയായ ഓട്സ് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണിത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് സമയം മതി. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഇതുപോലെ നല്ല പൗഡർ ഫോമിലൊന്ന് പൊടിച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഈ ആട്ടപ്പൊടിയൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരുമിച്ച് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. കൺസിസ്റ്റൻസി പാകമല്ല എങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കാരണം 1 കപ്പ് മാവേ ഉള്ളൂ, അപ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ചേർത്താൽ അത് ഭയങ്കര ലൂസായിപ്പോൾ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് നമുക്ക് കറക്റ്റ് കിട്ടില്ല. വെള്ളം ചേർത്ത് കൊടുത്താലും കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ക്രംബിൾ പരുവായി വരും. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ചപ്പാത്തിയുടെ ഡോവിന് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി. കാരണം ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചിടാനും പറ്റണം. എന്നാൽ ഇപ്പം മനസ്സിലായില്ലേ, ചപ്പാത്തിയുടെ അത്ര ലൂസ് വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ചെറുതായിട്ട് പിച്ചിടുമ്പോൾ ഈ മാവിങ്ങ് പോരണം. ഇതുപോലെ പിച്ചി പറിച്ചിടാം. എന്നിട്ട് ഇതിൻ്റെ മിക്സിയുടെ പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് ഇതൊരു പുട്ടുപൊടിയുടെ പരുവത്തിലൊന്ന് പൊടിച്ചെടുക്കണം. യാതൊരു കാരണവശാലും ഗ്രൈൻഡിങ് ചെയ്യരുത്. പൾസ് ബട്ടൺ മാത്രമേ യൂസ് ചെയ്യാവൂ. പൾസ് ബട്ടൺ 1 or 2 തവണ പ്രസ് ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ പുട്ടുപൊടിയുടെ കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി. കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ പുട്ടുപൊടി കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ. അപ്പോൾ നമുക്കിത് ഒരുമിച്ച് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ. അതൊരു ഇങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ചായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി പുട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. പുട്ട് ചുടാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എങ്കിലും ഞാനൊന്ന് കാണിക്കാം. ഈ പൊടി തയ്യാറാക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി പുട്ട് നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ പുട്ട് ഊറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ആവശ്യമായിട്ടുണ്ട് കേട്ടോ, പുട്ടിന് തേങ്ങ ഇടാൻ വേണ്ടി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എത്ര ചെറിയ പീസസാണോ വലിയ പീസസാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് മാവ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ കൈകൊണ്ടാണ് നമ്മൾ പുട്ടുപൊടി ഇടുക. പക്ഷേ ഇത് ഓട്സ് ആയതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. കാരണം കൈകൊണ്ട് പ്രസ് ചെയ്താൽ ചിലപ്പോൾ അത് തിക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ തേങ്ങ ഇട്ട് കൊടുക്കാം. സാധാരണ പുട്ട് ചുടുന്ന പോലെ ഇത് മാവ് നമ്മുടെ കുറ്റി നിറയുന്നവരെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. സാധാരണ പുട്ട് സ്റ്റീം ചെയ്യുന്ന സമയമൊന്നും ഇതിന് വേണ്ട, വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റീം വരും. അത്രയും പെട്ടെന്ന് ഇത് കുക്കാവും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇച്ചിരി കുത്തിയെടുക്കുന്ന സമയത്ത് ചിലപ്പം കുറച്ച് പൊടിഞ്ഞു പോകാറുണ്ട് ചിലപ്പോഴൊക്കെ. അത് ഏത് ഓട്സ് ആണോ ബ്രാൻഡാണോ എന്നൊക്കെ അനുസരിച്ചിരിക്കും. അത് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട്. കറി കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. വെറുതെ തേങ്ങ ഇട്ടുകൊണ്ട് വെറുതെ കഴിക്കാനും ടേസ്റ്റാണിത്, നമ്മുടെ സാധാരണ പുട്ടിനേക്കാളും വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിത് നിറച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് സ്റ്റീം ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പുട്ടുകൂടെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു 1/2 വെള്ളം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ പുട്ട് സ്റ്റീം ചെയ്തെടുക്കാമേ. അധിക സമയമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ 2 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റീം വരും. ഓട്സിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ നമ്മുടെ പുട്ട് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. നമുക്കിതിന് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, യാതൊരു പ്രയാസവും ഇല്ല. 5 മിനിറ്റ് എടുക്കുകയുള്ളൂ ഇത് പൊടിക്കാനും കുഴയ്ക്കാനും കുക്ക് ചെയ്യാനും കൂടി. 1-2 തവണ തന്നെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് മനസ്സിലാവും. എത്രയാണ് വെള്ളം, അല്ലെങ്കിൽ എത്ര സെക്കൻഡ് ഇത് എത്ര മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണമെന്നെല്ലാം. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. വെള്ളം കൂടുതലും ആവരുത്. വളരെ കുറഞ്ഞായി കഴിഞ്ഞാൽ നിങ്ങളുടെ പുട്ട് ഡ്രൈ ആയിരിക്കും. അപ്പോൾ കൂടുതലായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഇനി അഥവാ വെള്ളം കൂടുതലായി പോയാലും ടെൻഷനൊന്നും ആവണ്ട. കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയതിന് ശേഷം സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പം വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.